കാണുന്നിടത്തെല്ലാം നടന്ന് ഈ പള്ളികൾ തകർക്കുന്നതിൻ്റെ ഒരു പരിപാടി ഇപ്പോൾ അങ്ങ് ആസൂത്രണമായി കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്, ഇപ്പം 2 ഉദാഹരണങ്ങളാണ്. ഒന്ന് മധുര, അത് ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഈ ഗ്യാൻവാബി ഗ്യാൻവാബി മസ്ജിദിൻ്റെ ഹൗദിനകത്ത്, ഹൗദ് എന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്ക്, ഈ അംഗശുദ്ധി വരുത്തുക, അതായത് അബല്യൂഷൻ എന്ന് പറയും. നമുക്ക് ഒലു എടുക്കുക എന്ന് പറയും. അത് നമസ്കാരത്തിന് മുമ്പ് ചെയ്യേണ്ട ഒരു നിർബന്ധമായിട്ടും ശരീരശുദ്ധി, അംഗശുദ്ധി വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നടത്തിയ കണ്ട കുളത്തിനകത്ത്, ഹൗദിനകത്ത് ശിവലിംഗം കണ്ടു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് അവിടെ മറ്റിടത്ത് പ്രാർത്ഥന നടത്തണം, അവിടെ വേണം, പണ്ടവിടെ പ്രാർത്ഥന നടത്തിയിരുന്നു, ഇതെല്ലാമാണ് എന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പം കോടതികളുടെ പലപ്പോഴും ഉള്ള വിധികളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധികൾ ചില കോടതികൾ പുറപ്പെടുവിക്കാറുണ്ട്, ഇല്ല എന്ന് പറയാൻ ഒക്കത്തില്ല. അത് ചില പ്രത്യേക മതങ്ങളെയൊക്കെ അവർ സഹായിക്കുന്ന വിധത്തിൽ അത് കോടതിയുടെ കുഴപ്പമല്ല, അത് ഇരിക്കുന്ന മനുഷ്യരാണ് ഈ ജഡ്ജിമാരെന്ന് പറയുന്നവർ. അവരുടെയൊക്കെ കാഴ്ചപ്പാടുകളാണ് ആ പ്രതിഫലിക്കുന്നത്. അത് തെറ്റാണ്. അവർ നിയമമാണ് നോക്കേണ്ടത്, നീതിയാണ് നോക്കേണ്ടത്. അതിന് പകരം പലപ്പോഴും അല്ലാതെ വരും. ഇപ്പോൾ ജില്ലാ കോടതിയുടെ ഒരു ഉത്തരവ് വന്നു, അവിടെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാൻ, പൂജ നടത്താനായിട്ട്, ഒരു പള്ളിക്കകത്ത് പൂജ നടത്താനേ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ പള്ളി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി, അതാ എൻ്റെ പ്രത്യേകത. അവിടെ ഒരിക്കലും അങ്ങനെ വിഗ്രഹാരാധന ഇസ്ലാം നിരോധിച്ചേക്കുന്ന ഒരു കാര്യമാണ്, ചെയ്യാൻ പാടില്ല. ഞങ്ങളൊരു വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ലെന്നുള്ളതാണ്. അതുപോലെ ഫയറിനെ വർഷിപ്പ് ചെയ്യാൻ പാടില്ല. ആ ഫയറിനെ വർഷിപ്പ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നിലവിളക്കെങ്ങും കൊളുത്താൻ പാടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതിനോട് എനിക്ക് വലിയ വിയോജിപ്പാണ്. ഞാൻ വിളക്ക് ഇഷ്ടംപോലെ കൊളുത്തും, ഒരു കുഴപ്പമില്ല. നിലവിളക്ക് ഏത് ചടങ്ങിലായാലും ഞാൻ കൊളുത്തും. വിളക്കെന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്, അതിനെ നമ്മൾ നിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ ആരാധിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ദീപാരാധന, അതായത് ദീപത്തെ ആരാധിക്കുക, തീയെ ആരാധിക്കുക, അതുപോലെ ഈ ഏതെങ്കിലും പ്രതിമകൾ കൊണ്ടുവന്നിട്ട് വിഗ്രഹങ്ങളെ കൊണ്ടുവന്നിട്ട് അതിനെ ആരാധിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം നിരോധിച്ചേക്കുന്ന കാര്യങ്ങളാണ്, ചെയ്യാൻ പാടുള്ളതല്ല. അത് അവരുടെ കാര്യം, അതായിക്കോട്ടെ, അത് ആ രീതിയിൽ അങ്ങ് വിടണം. അങ്ങനെയുള്ളപ്പോൾ അവിടെ പൂജ നടത്താനായിട്ട് ഒരു ജഡ്ജി അനുവാദം കൊടുത്തു. അതിൻ്റെ പുറത്ത് ഏതെങ്കിലും വിധത്തെ അത് കിട്ടാനായിട്ട്, നേരെ അത് ഒന്ന് തടഞ്ഞു കിട്ടാനായിട്ട്, ഒരു കലാപം ഒഴിവാക്കാനായിട്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങളിതല്ല നോക്കേണ്ടത്, ഇത് നിങ്ങൾ ഹൈക്കോടതിയിലെങ്ങാനും പോകും എന്ന് പറഞ്ഞു. അവിടെ പോയി. അപ്പോൾ ഇത് അവിടെ ഹൈക്കോടതിയുടെ വിധി പെട്ടെന്ന് തന്നെ വരുന്നത് കേട്ടോ. അതിനൊന്നും തടസ്സമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പൂജ നടന്നു, അവിടെ സംരക്ഷണം അതിന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു കലാപത്തിന് വഴിമരുന്നിടുന്ന ഒരു വിധത്തിലുള്ളതായിപ്പോയി അത്. ആ ഓർഡർ എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. അത് ആ രീതിയിലാണ്, അപകടമാണ്. ഇത് കുറേ കൂടെ ജുഡീഷ്യറി ചെയ്ത് കുറേ കൂടെ കാര്യമായിട്ട് നോക്കേണ്ടതായിരുന്നു. ഇനി എന്തോ പോട്ടെ, എങ്ങനെയോ പോട്ടെ, അതിനകത്തും കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ പൂജ നടത്തുമോ എന്തോ വേണമെങ്കിലും ചെയ്യട്ടെ. പക്ഷേ ഇതേപോലെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട പോലെ തകർക്കപ്പെട്ട് ഒരു പ്രശ്നം ഇനിയും ഉണ്ടാകരുത് ഈ രാജ്യത്ത്. ഉണ്ടാകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാപം അതിൻ്റെ പേരിൽ ഉണ്ടാകരുത്. ഇതൊക്കെ വളരെ ഒരു മതത്തിനെ, അതായത് യഥാർത്ഥത്തിൽ മുസ്ലിം ജനതയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പ്രകോപനം എത്രയൊക്കെ ഉണ്ടായാലും പ്രകോപിതരാകരുത്. ആയി കഴിയുമ്പോൾ ഈ രാജ്യം അവരുടേതല്ലതായിട്ട് മാറും. ആ ഒരു കാഴ്ചപ്പാടാണ് അവർക്ക് വേണ്ടത്. അതായത് ഒരു മതരാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിലുള്ളവരുടെ ഉദ്ദേശം, അതിന് സംശയമൊന്നുമില്ല. അതിന് നമ്മൾ ഇന്ന് ഭരിക്കുന്ന പാർട്ടി, ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ് അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഓരോന്നും എടുത്ത് നോക്കിക്കോളൂ. CAA, അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവരുന്നു. അവിടെ മുസ്ലിങ്ങളെ മാത്രം അവഗണിച്ച് മാറ്റി നിർത്തുകയാണ്, അതിന്നൊരു വിഭാഗത്തിനെ. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് പറയാനുള്ളതാണ്. അത് ഇനി വരാൻ പോകുന്നു.